لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്. ഒരു മുഅ്മിനിനെ മുഹമ്മദ് നബിയോട് ധാരാളം ബാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആ റസൂലിനെ സ്നേഹിക്കുക എന്നുള്ള കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ മുഅ്മിനീങ്ങൾക്ക് അവരുടെ സ്വദേഹങ്ങളെക്കാളും പ്രിയപ്പെട്ടതാണ്, അവർ സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. സ്വന്തം പിതാവിനേക്കാളും സന്താനങ്ങളെക്കാളും അതുപോലെ ലോകത്തുള്ള മറ്റു മനുഷ്യരെക്കാളെല്ലാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല, നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ആ റസൂലിനെ സ്നേഹിക്കുന്ന ആളുകൾ റസൂലിന്റെ ചര്യയെ പിൻപറ്റുന്ന ആളുകളാണ്. എന്നാൽ റസൂലിനെ സ്നേഹിക്കുന്നതെന്ന് വാദിക്കുകയും റസൂലിന്റെ ചര്യയെ പിൻപറ്റാതിരിക്കുകയും അവിടുത്തെ സുന്നത്തുകളെ അവമതിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ യഥാർത്ഥത്തിൽ റസൂലിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ സ്നേഹം അത് ആത്മാർത്ഥതയുള്ളതായിരുന്നുവെങ്കിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള രണ്ടാമത്തെ ബാധ്യതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ, മതനിയമങ്ങൾ, ആ മതനിയമങ്ങളെ അതിനെ മറികടന്ന് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ മുഅ്മിനീങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വ റസൂലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുൻപിൽ യാതൊന്നും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, ലാ തഖൂലൂ ഖൗലൻ ഖിലാഫൽ കിതാബി വസ്സുന്ന, അഥവാ ഖുർആനിനും സുന്നത്തിനും എതിരായിക്കൊണ്ട് നിങ്ങളൊന്നും പറയാൻ പാടില്ല എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അല്ലാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചുവോ അവിടെ നിൽക്കുക. അതിനെതിരായി, അതിനപ്പുറമായി നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ദേഹേച്ഛകൾ കഴിവപ്പെട്ടുകൊണ്ടോ അതിനെ മറികടക്കുവാൻ നമുക്ക് അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ദീനിലേക്ക് പിൽക്കാലത്ത് നടത്തിക്കൂട്ടിയ കാര്യങ്ങൾ, ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, അതൊക്കെ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ മുൻകടക്കലാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിൽ ആഘോഷിക്കാനിരിക്കുന്ന റബീഉൽ അവ്വലിലെ ആഘോഷങ്ങൾ അത് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ മാതൃകയില്ലാത്ത പുത്തനാചാരമാണ്, ബിദ്അത്താണ്. അത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊരിക്കലും സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന് അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായത് അത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ പുതുനിർമ്മിതികളാണ്.
ദീനിലേക്ക് കടത്തിക്കൂട്ടിയ പുതുനിർമ്മിതികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. വകുല്ല ബിദ്അത്തിൻ ളലാലഹ്, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തുകളും അത് ളലാലത്താണ്, അത് വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ളലാലത്തും അത് നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ബിദ്അത്തുകൾ, ദീനിലേക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളും മറ്റ് സമ്പ്രദായങ്ങളും ഒക്കെ കടത്തിക്കൂട്ടുന്ന ആളുകൾ അവർ പറയാറുള്ളത് ഇത് ബിദ്അത്തുൽ ഹസനയാണ്, ഇത് നല്ല ബിദ്അത്താണ് എന്നാണ് അവർ പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? കുല്ലു ബിദ്അത്തുൻ ളലാലഹ്, എല്ലാ ബിദ്അത്തും ഇത് വഴികേടാണ്. അറബി അറിയുന്നവർക്കറിയാം, കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്തും അതിലുൾപ്പെടുന്നതാണ്. അതിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്താൻ നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ വിശ്വാസങ്ങളും അതുപോലെയുള്ള ആചാരങ്ങളുമെല്ലാം അതെല്ലാം ബിദ്അത്താണ് എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കുക. അതൊക്കെ വഴികേടാണ്, ഒരിക്കലും നന്മയാവുകയില്ല. ഇനി ജനങ്ങൾ അത് നല്ലതാണെന്ന് കരുതിയാൽ തന്നെ അത് നല്ലതാണെന്ന അഭിപ്രായത്തിൽ അവർ ചെയ്താലും അല്ലാഹുവിന്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്ന കാര്യമല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ, എല്ലാ ബിദ്അത്തും വഴികേടാണ്, ളലാലത്താണ്. വഇൻ റആഹ അന്നാസു ഹസനതൻ, ജനങ്ങൾ അത് നല്ലതായി കണ്ടാലും അത് അവർ നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടാലും അത് വഴികേടാണ്, മികച്ചതാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ മാലിക് ഇബ്നു അനസ്, മഹാനായ ഇമാം മാലിക്, അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ കാത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. എന്നിട്ട് അദ്ദേഹം ഇമാം മാലിക്കിനോട് ചോദിക്കുന്നു, ഞാൻ എവിടെ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? അഥവാ ഹജ്ജിനും ഉംറയും ചെയ്യുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുണ്ട്, എവിടെ വെച്ചാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് മീഖാത്തിൽ വെച്ചാണോ ഇഹ്റാമിൽ പ്രവേശിച്ചത്, അഥവാ ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊള്ളുക. ഈ ചോദിച്ച വ്യക്തി അദ്ദേഹം ഇമാം മാലിക്കിനോട് പറഞ്ഞു, ഞാൻ മസ്ജിദുൻ നബവിയിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വെച്ച് മസ്ജിദുൻ നബവിയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതാണ്. ഇമാം മാലിക് അദ്ദേഹത്തെ എതിർക്കുകയാണ്. നോക്കൂ, അദ്ദേഹം വിചാരിച്ചതെന്താണ്? ദുൽഹുലൈഫയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് ഇത് മസ്ജിദുൻ നബവി തന്നെയാണ്. അങ്ങനെ നല്ല വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം ആ ബിദ്അത്ത് ചെയ്യുന്നതിലേക്ക് അദ്ദേഹം കാലെടുത്ത് വെക്കുന്നത്. പക്ഷേ ഇമാം മാലിക് അദ്ദേഹത്തെ വിലക്കുകയാണ്. കാരണം ബിദ്അത്ത് എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തികളുടെയും മനസ്സിലിരിക്കുന്ന അവരുടെ ചിന്തകൾക്ക് അതീതമായി ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് അതെല്ലാം വഴികേടാണ്. അത് മുഴുവൻ നമ്മൾ ദീനിൽ നിന്ന് അകറ്റിക്കളയുന്ന കാര്യമാണ് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ വ്യക്തിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം മാലിക് തന്നെ പറഞ്ഞതായി കാണാം, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും യറാഹാ ഹസനതൻ, അത് നല്ലതാണെന്ന് അവൻ കരുതുകയുമാണെങ്കിൽ ഫഖദ് ജഅല അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റിസാല, അങ്ങനെ നല്ലതാണെന്ന് അവൻ കരുതുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിച്ച റിസാലത്തിൽ മുഹമ്മദ് നബി നമുക്ക് എത്തിച്ചെന്ന ഈ റിസാലത്തിൽ, ഈ പ്രബോധനത്തിൽ നബി വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് ബിദ്അത്തുകാരൻ വാദിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ അവന്റെ പ്രവൃത്തികൾ അതാണ് സൂചിപ്പിക്കുന്നത്. നബി നമുക്ക് പഠിപ്പിച്ചു തരാത്ത കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ബിദ്അത്തുകാരൻ അവന്റെ പ്രവർത്തനത്തിലൂടെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നല്ലാഹ യഖൂൽ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ ഇന്ന് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകൂനു യൗമ ദീന, അതുകൊണ്ട് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. അന്ന് നബിദിനമില്ല, അന്ന് ജാറങ്ങൾ മൂടിപ്പുറക്കുന്ന പരിപാടിയില്ല, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകളില്ല. ഇങ്ങനെ അന്ന് ദീനല്ലാത്ത എന്തൊക്കെയുണ്ടോ അതിന്നും ദീനാവുകയില്ല എന്ന തത്വമാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകാരോട് നമുക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം അതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകിയിട്ടുണ്ടോ, അവരിൽ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നമുക്ക് ഒന്നാമതായി ബിദ്അത്തിന്റെ ആളുകളോട് ചോദിക്കാനുള്ളത്. ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നാം നിസ്സാരമായി കാണാൻ പാടില്ല. ചിലർ ശിർക്കിനെ ഗൗരവമായി കാണും. എന്നാൽ ബിദ്അത്ത് എന്ന് പറയുന്നത് അതും ഗൗരവമുള്ളത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങളിലാണ് ബിദ്അത്തുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബിദ്അത്ത് എന്ന് കേൾക്കുമ്പോൾ അത് നല്ലതാണെന്ന് കരുതി അതിന്റെ വലയത്തിൽ ആരും പെട്ടുപോകാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്.
അതുകൊണ്ട് റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ആഘോഷിക്കാത്തവർ, നബിദിനം ആഘോഷിക്കാത്തവർ, അവർക്ക് നബിയോട് സ്നേഹമില്ല, അവർക്ക് പ്രവാചകരോട് സ്നേഹമില്ല എന്നാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ആളുകൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്? ഏതെങ്കിലും ഒരു ദിവസത്തിലുള്ള ആഘോഷത്തിൽ മാത്രം ഒതുങ്ങുന്നതാണോ നബിയോടുള്ള സ്നേഹം? ഒരിക്കലുമല്ല. നബിയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ റസൂലിന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് ആ റസൂലിനെ പിൻപറ്റുന്നതിലൂടെയാണ് റസൂലിനോടുള്ള സ്നേഹം പൂർണ്ണമാകുന്നതെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് മഹബ്ബത്തിന്റെ പേരിൽ റസൂലിന്റെ ഉള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാതിരിക്കുന്ന നബിദിനം, അതിനോട് നമുക്കൊരിക്കലും യോജിച്ചു പോകാൻ കഴിയുകയില്ല. അതുകൊണ്ട് നബിദിനം ആഘോഷിക്കൽ അത് ഹറാമാണ്, അത് ബിദ്അത്താണ് എന്ന് പറയാൻ നമുക്ക് ആർജവമുണ്ടാവണം. അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോന്നായി നമുക്ക് എണ്ണി പറഞ്ഞു കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പണ്ഡിതന്മാർ അതിനുള്ള കാരണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേതായി അത് ദീനിൽ ഉണ്ടാക്കപ്പെട്ട പുത്തനാചാരമാണ് എന്നത് തന്നെയാണ്. അത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40ാമത്തെ വയസ്സിൽ നബിയായത് മുതൽ പിന്നീട് 23 കൊല്ലക്കാലം നബിയായി അവിടുന്ന് ജീവിക്കുകയാണ്. ഈ 23 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും അവിടുന്ന് നബിദിനം ആഘോഷിച്ചിട്ടില്ല. സ്വന്തം മീലാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷിച്ചതിന് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ 47 വർഷമാണ് അവിടുന്ന് ജീവിച്ചത്. ഈ 47 വർഷത്തിനിടയ്ക്ക് അവരൊരിക്കൽ പോലും നബിയുടെ ജന്മദിനം കൊണ്ടാടിയതായി നമുക്ക് കാണാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഖുലഫാഉർ റാഷിദീൻ അഥവാ ആദ്യത്തെ 4 ഭരണാധികാരികൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവർ 30 കൊല്ലം ഇസ്ലാമിക ഭരണം നടത്തുകയുണ്ടായി. അവരാരും തന്നെ നബിയുടെ പേരിൽ മൗലിദ് ആഘോഷിച്ചിട്ടില്ല. അതുപോലെ ഏറ്റവും അവസാനം മരണപ്പെടുന്ന സഹാബി അബൂ തുഫൈൽ ആമിർ ഇബ്നു വാസില, അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 110 അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 100 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സഹാബി മരണപ്പെടുന്നത്. ഈ 100 വർഷത്തിനിടയ്ക്ക് ഒരാളെങ്കിലും നബിദിനം ആഘോഷിച്ചതിന് തെളിവുകൾ നമുക്ക് കാണുകയില്ല. റബീഉൽ അവ്വൽ 12 പ്രത്യേകമായ ദിക്ർ ഹൽക്കകൾ, പ്രത്യേകമായ മിഠായി വിതരണങ്ങൾ, പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിക്കുക, ഇങ്ങനെയൊന്നും ഒരു സഹാബികളുടെയും മാതൃക നമുക്ക് കാണുക സാധ്യമല്ല. അതാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. വഅമ്മാ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ഫയഖൂലൂൻ, അഹ്ലുസ് സുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നതും അവർ പറയുന്നതും എന്താണ്? ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനി സ്വഹാബതി ഹുവ ബിദ്അത്തുൻ, സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെടാത്ത വാക്കുകളെ കുറിച്ച്, പ്രവൃത്തികളെ കുറിച്ച് അഹ്ലുസ് സുന്ന വൽ ജമാഅ വിശ്വസിക്കുകയും അവർ നിലപാടെടുക്കുകയും ചെയ്ത കാര്യം എന്താണ്? അത് ബിദ്അത്താകുന്നു എന്നുള്ളതാണ്. لأنه لو كان خيرا لسبقونا إليه, അത് നന്മയായിരുന്നുവെങ്കിൽ നമ്മെക്കാൾ മുൻകടക്കാൻ എന്തുകൊണ്ടും യോഗ്യരായവർ സഹാബികളായിരുന്നു. നമ്മെക്കാൾ നന്മയോട് താല്പര്യമുള്ളവർ, നമ്മെക്കാൾ നബിയോട് മഹബ്ബത്തുള്ളവർ സഹാബികളാണ്. ആ സഹാബികളാരും നബിദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ മുന്നിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് സഹാബികൾ ചെയ്യാത്തൊരു പ്രവർത്തനം, സഹാബികൾ പറയാത്തൊരു പ്രവർത്തനം അത് നമുക്ക് വേണ്ടതില്ല. അത് ബിദ്അത്താണ് എന്നാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നതെന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവർ ആചരിക്കാത്ത, അവർ അനുഷ്ഠിക്കാത്ത ഒരു ഇബാദത്തും നീ അനുഷ്ഠിക്കേണ്ടതില്ല. അങ്ങനെയുള്ള എല്ലാ ഇബാദത്തുകളും അത് നീ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് മഹാനായ ഹുദൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമുക്ക് രേഖപ്പെടുത്തുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാരണമായി നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത്, ഈ ബിദ്അത്ത് ദീനിലേക്ക് ആദ്യമായി കളത്തിക്കൂട്ടിയവർ, അതിന് തുടക്കമിട്ടവർ, അതിന് അടിത്തറവാകിയവരാരാണ്? അതിനെക്കുറിച്ച് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നബിക്കും സഹാബത്തിനും ആദ്യത്തെ 3 തലമുറക്കുറിച്ച് പരിചയമില്ല. മറിച്ച് ഹിജ്റ 4-ാം നൂറ്റാണ്ടിലെ റാഫിദികളായ ഷിയാക്കളായ ഉബൈദികൾ അവരാണ് റസൂലിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ആഘോഷത്തിന് തുടക്കമിട്ടതെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മേൽ വ്യഭിചാരം ആരോപിക്കുന്ന അബൂബക്കറും ഉമറും
റളിയല്ലാഹു അൻഹുമ അവർ കാഫിറുകളാണെന്ന് പറയുന്ന റാഫിദികളായ ആളുകൾ അവരാണ് ഇതിന് തുടക്കമിട്ടതെന്നും നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ സഹാബികൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവരൊന്നും ഇതാഘോഷിച്ചിട്ടില്ല. അവർക്ക് ഈ നന്മ അറിയാതെ പോയി എന്നാണ് ഓടിതാഘോഷിക്കുന്നവർ പറയുന്നത്. ഇമാം അബൂ ഹനീഫയും ഇമാം മാലിക്കും ഇമാം ഷാഫിഈയും ഇമാം അഹ്മദ് ബിൻ ഹംബലും അവരൊന്നും ഖുർആനിൽ നിന്ന് ഈ തെളിവുകൾ മനസ്സിലാക്കിയില്ല എന്നാണോ ഓടിതാഘോഷിക്കുന്നവർ പറയുന്നത്. എന്തൊരു അത്ഭുതമായ കാര്യമാണിത്. മറിച്ച് ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ റാഫിദികളായ ആളുകൾ അവരാണ് ഇതിന് തുടക്കമിട്ടതെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. ഇത് മൗലൂദ് കഴിക്കുന്നവർ പോലും രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇമാം ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ബിദ്അത്ത് മൗലിദിന്റെ അടിസ്ഥാനം അത് ബിദ്അത്താകുന്നു. ലം തുൻഖൽ അൻ സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ സച്ചരിതരായ 3 നൂറ്റാണ്ടുകളിൽ ഒരാളിൽ നിന്ന് പോലും ഈ മൗലിദാഘോഷം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ്, എല്ലാ നന്മകളും കുടികൊള്ളുന്നത് ഇന്റെ സച്ചരിതരായ നന്മകൾ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനെയും താബിഈങ്ങളെയും തബഉ താബിഈങ്ങളെയും അവരെ പിൻപറ്റുന്നതിനാണെന്ന് നീ മനസ്സിലാക്കുക. വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്, എല്ലാ ശർറും എല്ലാ തിന്മകളും കുടികൊള്ളുന്നത് പിൽക്കാലത്ത് ഉണ്ടാക്കിയ ബിദ്അത്തിന്റെ പിന്നിൽ പോകുന്നതിനാണെന്ന് നീ മനസ്സിലാക്കുക എന്ന് പണ്ഡിതന്മാർ കവികൾ രേഖപ്പെടുത്തിയതായി കാണാം. മൂന്നാമത്തെ മറുപടിയായി, മൂന്നാമത്തെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസം അത് റബീഉൽ അവ്വൽ 12-ലാണെന്ന കാര്യം മുസ്ലിം ലോകത്ത് ഇജ്മാഉള്ളതാണ്. അവർക്ക് ഏകാഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചത് അത് റബീഉൽ അവ്വൽ 12-ലാണെന്ന കാര്യം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏതാണ്, ഏത് മാസത്തിലാണ്, ഏത് ദിവസത്തിലാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു റമദാനിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയവരുണ്ട്. ചിലർ റബീഉൽ അവ്വലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 8-ലാണ് എന്ന അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അതിന്റെ തീയതിയാണ് എന്ന് ഉറപ്പിച്ച് പറയാവുന്ന തെളിവുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് അത് റബീഉൽ അവ്വൽ 12-ലാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഇജ്മാഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്ന ദിവസം അതെങ്ങനെയാണ് നമുക്ക് ആഘോഷിക്കാൻ കഴിയുന്നത്? അതിന്റെ അർത്ഥം റസൂലുള്ള മരണപ്പെട്ട അന്ന് ഒരു ദുഃഖാചരണം നടത്തണം, എല്ലാവരും കറുപ്പ് വസ്ത്രം ധരിക്കണം, കറുപ്പ് കൊടികെട്ടണം എന്നൊന്നുമല്ല. മറിച്ച് റസൂലുള്ള മരണപ്പെട്ട ദിവസത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കുക. ഈ ഉമ്മത്തിനെ ബാധിച്ച ഏറ്റവും വലിയ മുസീബത്ത് അത് റസൂലിന്റെ മരണമാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ റസൂലിന്റെ മരണത്തോടുകൂടി ഈ ഉമ്മത്തിന് സംഭവിച്ച ഫിത്നകൾ അതിനെക്കുറിച്ചൊക്കെ നീ ഒന്ന് ആലോചിക്കുക. അതല്ലാതെ ആ റസൂലിന്റെ മരണപ്പെട്ട ദിവസം ആ ദുഹാ സമയത്ത് റസൂലുള്ള തന്റെ ഭാര്യയോട് പറയുന്നു, ഇന്നലിൽ മൗതി സക്റാത്ത്, ആയിഷ മരണത്തിന് കഠിനമായ വേദനയുണ്ടെന്ന് പറയുന്ന ദുഹാ സമയത്ത് നമ്മുടെ നാട്ടിൽ ചെയ്തു കൂട്ടുന്നത് എന്താണ്? അവർ പലഹാരങ്ങളും പായസങ്ങളും വിതരണം ചെയ്യുകയാണ്. റസൂലിന്റെ ഉള്ള സ്നേഹം എന്ന് പറഞ്ഞ് റോട്ടിൽ അവർ തുള്ളിക്കളിക്കുകയാണ്. പാട്ടുകളും മ്യൂസിക്കുകളുമായി ആറും പെണ്ണും കൂടിക്കലർന്ന് റസൂലിനോടുള്ള സ്നേഹപ്രകടനം എന്ന പേരിൽ അവർ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ റസൂലിന്റെ മരണത്തെ കുറിച്ച് നമുക്കിത് ചിന്ത വന്നിട്ടുണ്ടോ? റസൂൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ദിവസമാണ് റബീഉൽ അവ്വൽ എന്ന് നാം ആലോചിക്കാറുണ്ടോ? അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ? നാം ഓരോരുത്തരും ആലോചിക്കുക. നാലാമതായി മൗലിദാഘോഷം എന്നത് അതിന് ഈദ് എന്നാണ് അറബിയിൽ പറയുക. ആഘോഷം എന്നതിന് ഈദ് എന്നാണ് അറബിയിൽ പ്രയോഗിക്കുക. ഈദ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്നതിനാണ് ഈദ് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഈദാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അത് കൃത്യമായ ഇടവേളകളിൽ എല്ലാ വർഷവും അതേ ദിവസം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട്. അതുപോലെ ഈദുകളായി പഠിപ്പിക്കപ്പെട്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്.
റസൂലിന്റെ ജന്മദിനം അത് ഈദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ 12 പ്രത്യേകമായ സുന്നത്തുകളുണ്ടോ? അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് റസൂലുള്ള പഠിപ്പിക്കേണ്ടതല്ലേ? ഇത്ര വലിയ ഇബാദത്താണെങ്കിൽ രണ്ട് പെരുന്നാളിനേക്കാൾ വലിയ ശ്രേഷ്ഠതയുള്ളതാണ് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ആളുകൾ. എന്തുകൊണ്ട് റസൂലുള്ള റബീഉൽ അവ്വൽ 12ന്റെ സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നില്ല? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പോലീസുകൾ ഈ ഉമ്മത്തിന് അറിയിച്ചു നൽകിയില്ല? നാം ഓരോരുത്തരും ഒന്നായി ആലോചിക്കുക. അഞ്ചാമത്തേത് മൗലിദ് ആഘോഷം എന്ന ഈ ബിദ്അത്ത്, അതവരുടെ ആ ബിദ്അത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നില്ല. മറിച്ച് അതിന്റെ പിന്നിൽ ഒട്ടനവധി വിശ്വാസങ്ങളും ആചാരങ്ങളും അവർ നടപ്പിലാക്കുന്നുണ്ട്. മൗലിദ് എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന പേരിൽ റബീഉൽ അവ്വൽ തുടങ്ങിയത് മുതൽ മാലയും മൗലിദുകളും ഗദ്യമായും പദ്യമായും അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പാടുന്ന വരികൾ, അവർ ചൊല്ലുന്ന കവിതകൾ, അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. ശിർക്കിന്റെയും കുഫറിന്റെയും അതിരുവിട്ട പ്രശംസയുടെയും വരികളാണ് അത്തരത്തിലുള്ള വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ കടന്നു വരുന്നതോടുകൂടി പള്ളികൾ അത് അലങ്കരിക്കുകയാണ്. അങ്ങനെ പള്ളികളിൽ മുസല്ലയിട്ട് ആളുകൾ ഭവ്യതയോടുകൂടി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികൾ എന്താണ് നാം പരിശോധിക്കേണ്ടതുണ്ട്. അവരതാ പാരായണം ചെയ്യുകയാണ്. യാ സയ്യിദ السادات جئتك قاصدا أرجو حماك فلا تغير مقصدي. റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, നായകന്മാരുടെ നായക, ജിത്തുക ഖാസിദ, റസൂലേ ഞാൻ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അർജു ഹിമാക ഫലാ തുഖയ്യിർ മഖ്സദി, ഞാൻ അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ അഭിലഷിക്കുന്നതും. ഫലാ തുഖയ്യിർ മഖ്സദി, അതുകൊണ്ട് എന്റെ ആഗ്രഹ സഫലീകരണത്തിൽ റസൂലെ താങ്കൾ എന്നെ നിരാശപ്പെടുത്തരുതേ എന്ന് റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആഗ്രഹങ്ങൾ തേടുന്നതിന് വേണ്ടി, ലഭിക്കുന്നതിന് വേണ്ടി റസൂലിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വലിയ വരിയാണ്, ارتكبت على الخطا غير حقر وعدد لا تأسكو فيه يا سيدي خير النبي. ധാരാളം തെറ്റുകൾ, എണ്ണവും പരിധിയുമില്ലാത്ത തെറ്റുകൾ റസൂലെ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. റസൂലെ അങ്ങയോടാണ് ഞാൻ എന്റെ ആവലാതി ബോധിപ്പിക്കുന്നത്, എന്റെ പശ്ചാത്താപത്തിന്റെ ഭാരം ഞാൻ അങ്ങയോടാണ് ബോധിപ്പിക്കുന്നത്. നബിമാരെ ശ്രേഷ്ഠരായ നബിയെ എന്ന് നബിയെ വിളിച്ചുകൊണ്ട് റസൂലിനോട് പാപമോചനം തേടുകയാണ്. അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? പാപങ്ങൾ പൊറുക്കുന്നവരായി അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും അള്ളാഹു ചോദിക്കുമ്പോൾ മാരക്കാരൻ അള്ളാഹു കൊണ്ട് പാടിപ്പിക്കുന്നത്, ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ കൊണ്ട് പറയിപ്പിക്കുന്നത് പാപങ്ങൾ പൊറുക്കുന്നതിനായി റസൂലിനോട് ചോദിക്കുകയാണ്, റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. എത്രമാത്രം വലിയ ഗുരുതരമായ തെറ്റാണ് നാം ആലോചിച്ചു നോക്കുക. ബുദ്ധയിൽ അവർ പാടുന്നു, യാ അക്രമൽ ഖൽബി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദൽ ഖുലൂലിൽ ഹാദിസിൽ അലിമീൻ. അവർ റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാന്യരായ നബിയെ, വ്യാപകവും ഭീകരവുമായ വിപത്തുകൾ, ആപത്തുകൾ വന്നിറങ്ങുന്ന സന്ദർഭത്തിൽ എനിക്ക് അഭയം പ്രാപിക്കാൻ താങ്കളല്ലാതെ മറ്റാരുമില്ല എന്ന് റസൂലിനോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീക്കാൻ, ദുരിതത്തിൽ അകപ്പെട്ടാൽ നമ്മുടെ പ്രയാസത്തെ നീക്കി തരുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്നാണ് മുഅ്മിനായ വ്യക്തി വിശ്വസിക്കുന്നത്. എന്നാൽ റസൂലിനെ വിളിച്ചുകൊണ്ട് ബുദ്ധയിലെ വരികൾ റസൂലിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും കലർന്നിട്ടുള്ള അപകടകരമായ വരികളാണ് ഇത്തരത്തിലുള്ള കാവ്യങ്ങളിലും പദ്യങ്ങളിലും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് നാം മനസ്സിലാക്കുക. ഇത് അറിഞ്ഞും അറിയാതെയും ചെല്ലുന്നവരുണ്ടാകും. അവരോട് അതിന്റെ ഗൗരവത്തെ കുറിച്ച് നാം സൂചിപ്പിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, ശിർക്ക് ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതനായിരിക്കും. ഒരാൾ ശിർക്കിലായി മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ്. ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നീ പാടുന്ന ഈ വരികൾ അതിൽ ശിർക്കുണ്ടോ എന്ന് നീ പരിശോധിക്കുക. ഏതെങ്കിലും സംഘടനകളുടെ വ്യക്തികളുടെ തർക്കമല്ല, മറിച്ച് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന വിഷയമാണിത്. അതുകൊണ്ട് നീ ഒന്ന് ആലോചിക്കുക, നിന്റെ ജീവിതത്തിൽ നീ ചൊല്ലുന്ന കവിതകളിൽ, നീ പാടുന്ന വരികളിൽ അതിൽ ശിർക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നീ സ്വന്തം ഒന്ന് ആലോചിക്കുകയും ഈ നിലപാടുകൾ എടുക്കുകയും ചെയ്യുക. അതാണ് അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തുമാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് നാം ഏത് വിഷയത്തിലും നാം മടക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ?
എന്നാണ് നാം നോക്കേണ്ടത്. അതല്ലാതെ അറബിയിൽ എഴുതിയ മുഴുവൻ കിതാബുകളും അത് ദീനിലുള്ള പ്രമാണമല്ല. വലത്തിൽ നിന്നിടത്തോട്ട് എഴുതിയ കിതാബുകൾ അതൊക്കെ പ്രധാനമായി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ചില ആളുകൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയത് കൊണ്ട് അതിൽ ദീനിൽ ഒരു വിവാദത്തിൽ സ്ഥിരപ്പെടാൻ അത് തെളിവാവുകയില്ല എന്ന് പ്രത്യേകം നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ മൗലികാഘോഷങ്ങൾ അത് ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ എന്താണ്? അതിങ്ങനെ പോയി അത് അതിൽ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മറ്റു സമുദായങ്ങളെ അനുകരിക്കുന്ന രൂപത്തിലേക്ക് മൗലികാഘോഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മീലാദിന് കേക്ക് മുറിക്കുകയാണ്. ക്രിസ്മസിന് കേക്ക് മുറിച്ചതുപോലെ മീലാദിനും കേക്ക് മുറിക്കുകയാണ്. ക്രിസ്മസിന് ഡേറ്റുകൾ കൊണ്ട് അലങ്കരിച്ചതുപോലെ മീലാദിനുള്ള ബോർഡുകളായ പള്ളികൾ മുഴുവൻ ഡേറ്റുകൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. അങ്ങനെ മറ്റുള്ള സമുദായത്തെ ചാനായി ഉണമായി അവരെ പിൻപറ്റുകയും അവരുടെ വിശ്വാസങ്ങൾ കടമെടുക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മുസ്ലിം ഉമ്മത്ത് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഖേദകരമായ വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഹറാമായ ബിദ്അത്തായ ആഘോഷങ്ങളോട് ഒരു നിലക്കും സഹകരിക്കുവാനോ അതിന്റെ വക്താക്കളാകുവാനോ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബിദ്അത്തായ മൗലിദാഘോഷം അതുമായി ഞാൻ എന്തിന് അതിനോട് എതിര് നിൽക്കുന്നു എന്നതിൻ്റെ 5 കാരണങ്ങളാണ്, 5 സുപ്രധാന മറുപടികളാണ് നാം സൂചിപ്പിച്ചത്. ഇനി പറയുന്നത് ബിദ്അത്തിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ വലിയ പാപം, സ്വർഗം നിഷിദ്ധമാക്കിയ പാപം, അല്ലാഹു നമ്മുടെ അമലുകളെല്ലാം പൊളിച്ചു കളയുമെന്ന് പറഞ്ഞ ശിർക്ക് എന്ന് പറയുന്ന വലിയ പാപത്തെക്കുറിച്ചാണ് ഇനി സൂചിപ്പിക്കാനിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിക്കുന്നുണ്ട്, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്, ഏറ്റവും വലിയ പാപം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ നീ അല്ലാഹുവിനെ സമന്മാരെ നിശ്ചയിക്കലാണ്, അല്ലാഹുവിനെ പങ്കാളികളെ നിശ്ചയിക്കലാണ്, അഥവാ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ് ഏറ്റവും വലിയ തിന്മയെന്ന് നീ മനസ്സിലാക്കുക. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശത്തിൽ ഒന്നാമത്തെ ഉപദേശം എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയം ശിർക്ക് എന്ന് പറയുന്നത് അത് ഗൗരവമുള്ള അതിഗുരുതരമായ വലിയ പാപമാണ് എന്ന് തന്റെ മകനെ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് എന്ന് പറയുന്നത് അതിഗൗരവമുള്ളതാണ്, അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശിർക്കിനെ കുറിച്ചുള്ള ഗൗരവം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോൾ ശിർക്കൻ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളും അത്തരത്തിലുള്ള പരിപാടികളുമായി സഹകരിക്കാൻ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അതിന് പാകപ്പെട്ടു വന്നേക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്കിനോടുള്ള ഗൗരവം നാം മനസ്സിലാക്കുക. എന്താണ് ശിർക്ക് എന്ന് പറയുന്നത്? ശിർക്ക് ചെയ്തവനെ വന്നു ഭവിക്കാനുള്ള ഗുരുതരമായ അവസ്ഥകൾ എന്താണ്? അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല. ഇത്രയും വലിയ ഗുരുതരമായ പാപമാണ് ശിർക്ക് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. പക്ഷെ പല ആളുകൾക്കും ആ ഗൗരവം അങ്ങ് മനസ്സിലേക്ക് കയറിയിട്ടില്ല. വ്യഭിചാരമാണോ, കൊലപാതകമാണോ, മദ്യപാനമാണോ, അതല്ല അല്ലാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കലാണോ ഏറ്റവും വലിയ തിന്മ എന്ന് ചോദിച്ചാൽ ചില ആളുകളൊക്കെ പറയും അത് മദ്യപാനമാണ്, അതല്ലെങ്കിൽ ഒരാൾ കൊല്ലലാണ്. എന്നാൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയല്ല. അല്ലാഹുവിനെ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നതാണ് തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. റസൂലുള്ളാഹി സഹാബികളോട് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ പാപം, വൻ പാപങ്ങളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? റസൂലുള്ളാഹി 3 തവണ ചോദിക്കുകയാണ്. സഹാബികൾ പറഞ്ഞു, അതെ,
റസൂലുള്ളാഹി പറയുകയാണ് അൽ-ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ പാപം. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം അടിത്തറയിട്ട് വെക്കേണ്ടതുണ്ട്, പൊത്തി വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ശിർക്കുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ആഘോഷങ്ങൾ അതുമായി സഹകരിക്കാൻ, അതിന് ആശംസ പറയാൻ, അതിന്റെ വക്താക്കളാകാൻ ഒരിക്കലും കഴിയുകയില്ല. ആ ആഘോഷത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവരെ തീവ്രവാദിയുടെ മുഖമുദ്രക്കാൻ മീഡിയകളും മറ്റ് ആളുകളൊക്കെ ഉണ്ടാകും. മുസ്ലിം നാമധാരികൾ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾക്കിടയിൽ കമന്റ് എഴുതുകയാണ്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിനക്ക് മിണ്ടാതിരുന്നാൽ പോലെ. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി നമുക്ക് സഹകരിക്കാനും കഴിയില്ല എന്ന് പറയുന്നത് അതെങ്ങനെയാണ് തീവ്രവാദമാകുന്നത്? എന്റെ വിശ്വാസം അതനുസരിച്ച് ജീവിക്കുവാനും അത് പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട് എന്ന് പറയുന്നവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുകയും ഇത്തരത്തിലുള്ള അധ്യാപികമാരെ അവരെ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യുന്നത്. ഇതിനൊക്കെ വിരോധാഭാസമെന്നല്ലാതെ എന്താണ് പറയുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശിർക്കുമായി യാതൊരു ബന്ധവുമില്ല. ശിർക്കിന്റെ വിശ്വാസങ്ങളുമായി യാതൊരു തരത്തിലുള്ള യോജിപ്പുകളുമില്ല. അത് നമുക്ക് പറയുന്നതിൽ നമുക്കൊരു മടിയും ഉണ്ടാകരുത് എന്നതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു പറയുന്നു, വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. അല്ലാഹുവിന്റെ നല്ല അടിമകളുടെ വിശേഷണമായി അല്ലാഹു പറയുന്നു, അവർ സൂറിന് സാക്ഷ്യം വഹിക്കാത്തവരാണ്. എന്താണ് സൂർ എന്ന് പറഞ്ഞാൽ? തഫ്സീറുകളിൽ കാണാം, ഹിയ അഅയാദുൽ മുശ്രിക്കീൻ. അത് മുശ്രിക്കീങ്ങളുടെ ആഘോഷങ്ങളാണ്. അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരുക, അതിൽ ആശംസ പറയുക, അതൊരു മുസ്ലിമിനെ സംബന്ധിച്ച് അവന് കഴിയാത്ത കാര്യമാണ്. തൗഹീദ് ഉൾക്കൊണ്ടവൻ ശിർക്കിന്റെ ഗൗരവം അറിയാൻ അവരത് ചെയ്യുകയില്ല എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു പറഞ്ഞില്ലേ, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. എന്നാൽ ജിമ്മയുടെ വിഷയത്തിൽ നിങ്ങൾ എന്താക്കേണ്ടത്? പരസ്പരം സഹകരിക്കുന്നത്. ഏറ്റവും വലിയ ജിമ്മ അത് ശിർക്കാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ശിർക്കൻ പരിപാടികളുമായി നാം ഒരിക്കലും ഇടപെടാൻ പാടില്ല. അത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി സഹകരിക്കുവാൻ പാടില്ല എന്നത് പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം. ആശംസകൾ നേരുക, അതും അതിന്റെ ഭാഗം തന്നെയാണ്. ഉദാഹരണമായി നാം പറയുകയാണെങ്കിൽ, മദ്യപിക്കുന്നവൻ, വ്യഭിചരിക്കുന്നവൻ, കള്ളുകുടിക്കുന്നവൻ, അവനോട് ആരെങ്കിലും പോയി പറയുമോ, നീ നന്നായി കുടിച്ചിടുക, നീ നന്നായി കൊണ്ടിട്ടുക എന്നവൻ ആശംസ അർപ്പിക്കുമോ? ഒരിക്കലുമില്ല. എങ്കിൽ ആ കൊലപാതകത്തെക്കാൾ, മദ്യപാനത്തെക്കാൾ അല്ലാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള ശിർക്ക് ചെയ്യുന്നവൻ നീ നന്നായി ആഘോഷിക്കുക, നിനക്ക് എന്റെ എല്ലാ ആശംസകളും ഉണ്ട് എന്നവനെ നേരുന്നത് എത്രമാത്രം അബദ്ധ ജടിലമാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ട് എന്ന് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. ഇതെല്ലാം വീർപ്പിച്ച് വലുതാക്കി സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ആളുകൾ അത് തീവ്രവാദ ചാപ്പകുത്തി അത് വലിയ വിഷയമാക്കി തീർക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ള ആ വിശ്വാസം അചഞ്ചലമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള യാതൊരു സംശയങ്ങളോ ഒന്നും തന്നെ നമ്മിലേക്ക് കടന്നു വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണോ ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെടുന്നത് അവരിൽപ്പെട്ടവനാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ അത് നാം കളമെടുക്കേണ്ടതില്ല. മുസ്ലിമായ ഒരു വ്യക്തിക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, അത് തന്നെ ധാരാളമാണ്, അത് തന്നെ അവന് മതിയായതാണ് എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായും വേർതിരിക്കുകയും തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിലായി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം ദീൻ ഉയർത്തിപ്പിടിക്കുവാനും അതിന്റെ ഇസ്സത്തോടുകൂടി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.